ഹലോ ഗായ്സ്, ഇതെന്റെ ഫസ്റ്റത്തെ വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഷോർട്സ് ഒക്കെ കുറെ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി വ്ളോഗ് വീഡിയോ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഈ വീഡിയോസിന് ഉണ്ടാവും. എന്നാലും വളരെ ലെങ്ത് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങാൻ കരുതി. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഗുരുവായൂർ പോവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുവാവയുടെ ചോറൂണാണ്. അപ്പം എല്ലാവരും കൂടെ ഗുരുവായൂർ പോവാണ്. നമ്മളിവിടുന്ന് പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് ഇവിടുന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഏപ്രിൽ 30 നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വൈശാഖ മാസം ആരംഭത്തിലെ ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. മാത്രമല്ല ഏകദേശം 150ഓളം വിവാഹം അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ഒരു തിരക്ക് അവിടെ നന്നായിട്ടുണ്ട്. കാരണം ആളും തിക്കും തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അത്രയും തിരക്കായിരുന്നു. കൊടുക്കുന്നിടത്ത് അത്ര തിരക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ. അവിടെ പെട്ടെന്ന് തന്നെ ചോറൂണ് കൊടുത്തു. ഞങ്ങൾ ശ്രീകോവിലിൽ കയറി ഉണ്ണിക്കണ്ണനെ തൊഴുതു. കൺകുളിർക്കെ കണ്ടു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത്രയും അടുത്ത് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ പറ്റിയൊരു ദിവസമായിരുന്നു അന്ന്. എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ഭയങ്കര സന്തോഷമായി അന്ന്. അപ്പോൾ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം കുളത്തിലൊക്കെ പോയി അവിടെ കുഞ്ഞുവാവിനെയും ആദിക്കുട്ടനെയായിട്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. രാവിലത്തെ ചായയൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. പക്ഷെ തിരക്കായതുകൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ടും ഒരുപാട് നേരം കുഞ്ഞുവാവിനെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം അവന് ഭയങ്കര പൊറുതിയേട് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി പുറത്തിറങ്ങിയിട്ട്. അപ്പം അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവന് നന്നായിട്ട് അനുഭവപ്പെട്ടു. തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫ്രണ്ടിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അത്രയും തിരക്ക്. അവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന തിരക്കായതുകൊണ്ട് നമ്മൾ വിട്ട് നിർത്തിക്കുക. ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളായിരുന്നു. അപ്പം അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആദിക്കുട്ടനെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പം ആദിക്കുട്ടന് ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയും കളിപ്പാട്ടം കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അവന്. പിന്നെ നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല കേട്ടോ. തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഇനി നേരെ പോകാൻ പോകുന്നത് ആനപ്പന്തിയിലോട്ടാട്ടോ. അപ്പോൾ നമ്മളിവിടെ ആനപ്പന്തി എന്നൊക്കെ പറയും. അവിടെ ചെന്നപ്പോഴാണ് ബോർഡ് കാണുന്നത്. ആനക്കോട്ട ആനത്താവളം എന്നൊക്കെയാണ് അവിടെ ശരിക്കും പറയുക കേട്ടോ, ആ ഒരു സ്ഥലത്തിലോട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടുന്ന് ആനക്കോട്ടയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതിനു ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. അദ്ദേഹം കൊണ്ട് വടക്കത്തി വരുന്നത് അളിയനാണ്. അങ്ങനെ ഉള്ളിൽ കയറിയതിന് ശേഷം ഒരുപാട് ആനകളെ കാണാൻ പറ്റിയിട്ടോ. ഒരുപാട് ആനേനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ആനേനെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ആദ്യക്കുട്ടൻ ഒരുപാട് ആനേനെ ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ഉത്സവത്തിനൊക്കെ നാട്ടിലാകെ ഒരു ആനേനൊക്കെ ഇങ്ങനെ കാണുള്ളൂ. അപ്പം ഇത്രയും ആനകളെ ഒരുപാട് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയതിന്റെ സന്തോഷം ആദ്യക്കുട്ടിന്റെ പുറത്ത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അവിടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.